വിഷുവിന് നിൽക്കേണ്ട കോലാണ് ഗൈസ് ഇത്. കളി അത് കേളിയാവാതെ ഈ വർഷം നല്ലത് സംഭവിക്കട്ടെ. ഫ്രണ്ട്സ്, എന്റെ പേരുള്ള ബിരിയാണി ഞാൻ വാങ്ങിയിരിക്കുന്നു, മേഘന ബിരിയാണി. ഹായ് ഫ്രണ്ട്സ്, DD വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ്, ഞങ്ങൾ ബാംഗ്ലൂരിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ നാളെ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം അതിനു മുന്നേ ബാംഗ്ലൂർക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഫ്രണ്ട്സ്. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് വിഷു ആണ് കേട്ടോ. പക്ഷെ വിഷു കഴിഞ്ഞ് നാട്ടിൽ പോയിട്ട് റിലേറ്റഡ് ഹാപ്പി വിഷു. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ഹാപ്പി വിഷു ആണ് ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് അകത്തോട്ട് പോവാം ഫ്രണ്ട്സ്. ഞങ്ങള് ബാംഗ്ലൂർ വന്നിട്ട് 5 ദിവസമായിട്ടോ. ഒരു വിഷുവിന് നിൽക്കേണ്ട കോലാണ് ഗൈസ് ഇത്. ഇവിടെ അങ്ങനെ വിഷു ഇല്ല കേട്ടോ ബാംഗ്ലൂർ. അങ്ങനെ ഇവിടെ മറ്റേ ദീപാവലിക്കാണല്ലോ. ദീപാവലിയും പിന്നെ അതേപോലെ തന്നെ പൊങ്കലും ഓണമൊക്കെ ഉണ്ട്. പക്ഷെ വിഷു ഇവിടെ ആരും ആഘോഷിക്കില്ല. ഫ്രണ്ട്സ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മുട്ട റോസ്റ്റും ആണ്. ഫ്രണ്ട്സ്, ഓരോരുത്തര് പടക്കം പൊട്ടിക്കണതും അങ്ങനത്തെ കളി കാണുന്നതും സ്റ്റാറ്റസ് ഒക്കെ അതിന് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയാണ്. അർജുമാമനൊക്കെ നീല മറ്റേ കൃഷ്ണനായിട്ട് വന്നിട്ടുണ്ട്. നീല പെയിന്റ് ഒക്കെ അടിച്ചിട്ട് താടി വെച്ച കൃഷ്ണൻ. വിഷു കഴിഞ്ഞിട്ട് വീഡിയോ കാണാൻ പോകും. അതെ അതെ അതെ, നമ്മുടെ വിഷു ബാംഗ്ലൂരായിരുന്നു അല്ലേ? ചേട്ടായി രാവിലെ വിളിച്ചിട്ടുണ്ടല്ലോ, ഫോട്ടോ കാണിച്ചെന്നു കൃഷ്ണന്റെ ഫോട്ടോ. കളി അത് കേളിയാവാതെ ഈ വർഷം നല്ലത് സംഭവിക്കട്ടെ. ഈ വർഷം എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ. ഞാൻ ചേട്ടായിനെ ദിയമോളെ കണ്ടു കഴിഞ്ഞിട്ടാണ് പിന്നെ ചേട്ടായി എന്നെ ഫോട്ടോ കാണിച്ചത്. ഫ്രണ്ട്സ്, സിജോ പാപ്പൻ ഇന്ന് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അവന് ഇന്ന് 5 മണിയൊക്കെ ആകുമ്പോ പോവും. ആന്ധ്രാപ്രദേശ്. ഞങ്ങൾ ഇന്നൊരു ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു ഇവിടുന്ന്. ഞങ്ങൾ എല്ലാരും വിചാരിച്ചു വെച്ചത് സിജോയ്ക്ക് വൈകുന്നേരം രാത്രി പോയാൽ മതി എന്നായിരുന്നു. അപ്പൊ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ എടുക്കാം. 5 മണിക്ക്. വിഷുവിന്റെ ബേസ് എടുക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഈ കുളിക്കുന്ന ഡിഷായിട്ട് ഞാൻ കുളിക്കുകയാണ് ഗായ്സ്. ഇത് കഴിഞ്ഞ അടുത്ത വിഷുവിന് അധികം കുളിക്കും. ഇന്നത്തെ ഡാൻസ് പ്രാക്ടീസ് ആണ് കേട്ടോ. ഇന്നത്തെ ഡാൻസ് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനുള്ളതാണ്. ജോഡി വരും മയക്കണ്ണ പറയുമ്പോ. ഒരു ഫോട്ടോ എടുത്താലോ ദേവോ? യെസ്, ഫോട്ടോ എടുക്കാം. നമ്മള് ക്യാമറയിലാട്ടോ ഫോട്ടോ എടുക്കണം. താഴെ അവിടെ പാർക്കൊക്കെ ഉണ്ട്, തണലുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അത്ര ഉണ്ടാവുള്ളൂ അല്ലേ ഉച്ച സമയത്ത് സെറ്റ് മുണ്ടൊക്കെ എടുത്തിറങ്ങിയത്. ഒരു ഫോട്ടോഷൂട്ട് അപാരത. ട്രഡീഷണൽ ഫാമിലി ഫോട്ടോ. പ്രിൻസിയാൻ്റെ ഇതാ ഫോട്ടോ എടുത്ത് കൊടുക്കണം. പപ്പേൻ്റെ, സിജോ പാപ്പൻ്റെ. പപ്പ ആൻഡ് പാപ്പൻ. ഫ്രണ്ട്സ്, മഴ പെയ്തു ഫ്രണ്ട്സ്. സാരി പൊക്കി ഓടിക്കോ. ഫ്രണ്ട്സ്, മഴ പെയ്ത് എല്ലാവരും ഓടി ബേസ്മെന്റിന്റെ അടിയിലോട്ട് വന്നു. അയ്യാ, എവിടുന്ന്? ഏതാണ്? ഈ കൺഫെഷൻ റൂം
ബിഗ് ബോസ് എടുക്കുന്നത് ശരിക്കും. ഫ്രണ്ട്സ് ഡ്രസ്സൊക്കെ മാറി മുഖമൊക്കെ കഴിക്കുന്നത് ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. മറ്റേ ഞാൻ പോയപ്പോ ഇവിടുന്ന് പോയപ്പോ മുഖത്തിനൊരു കളറ്, അവിടുന്ന് വന്നപ്പോ മുഖത്തിന് വേറെ വന്നോ. എവിടുന്നാ സമയം എത്രയായിട്ടോ ഞങ്ങള് ചോദിച്ചിട്ടില്ല. ഫ്രണ്ട്സ്? അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കാൻ പോവാണ്. ഇതാ അവിടെ പായ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. പായസം, പച്ചടി, ബീറ്റ്റൂട്ട് പച്ചടി. ഇത് വേറൊരു പായസമാണ്, നമുക്കറിയില്ല എന്ത് പായസം. സാമ്പാർ. ഇത് ഒരാളുടെ ആണ് ഇട്ടത്. കൂട്ടുകറി, അവിയല്, അച്ചാറ്, നെയ്യ്. ഇതും അച്ചാറാണ്. ഇത് തോരൻ, ക്യാബേജ് തോരൻ. ഹോട്ടലുകാരുടെ സ്ഥിരം തട്ടിപ്പ് സാധനം. ഇത് എനിക്ക് തോന്നുന്നു മോരുകറിയെ തോന്നുന്നു. ഇത് പരിപ്പ് കറി. ഇത് രസം. അതാണ് ആദ്യം വിളമ്പണ്ട്. നല്ലത് കൊണ്ടാട്ടം. പിന്നെ ഉപ്പ്, ഒരു സാധനം ഒഴിച്ചു ബാക്കിയൊക്കെ ഉണ്ട്. പപ്പടം. ഫ്രണ്ട്സ്, ഉണ്ണി നമുക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിക്കാത്തത്. ഡയറ്റാണ്. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങള് അർജുമാമന്റെ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുന്നു. വിഷുവിന്റെ കൃഷ്ണനായി വന്നത്. അപ്പൊ ഞങ്ങൾ നാട്ടിലില്ലാത്ത ഞങ്ങൾ ഈ നിമിഷങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. അടിപൊളി, നല്ല രസമുണ്ട്. പടക്കം ഇവിടെ കിട്ടൂല സിജോ? പടക്കം ആണോ? അപ്പൊ വാങ്ങാൻ പറ്റുമോ? ഇപ്പൊ വാങ്ങിക്കാൻ കിട്ടില്ല. ആണോ? ചേട്ടൻ പറഞ്ഞിരുന്നു വരുമ്പോ പടക്കം കൊണ്ടുവരണമെന്ന്. അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകേണ്ടി വരും. അതിനായിട്ടുള്ള എല്ലാ മാർക്കറ്റിലും അവിടെ ഉണ്ടാവും. എന്തായാലും എല്ലാ ദിവസവും തുറന്നിരിക്കണോ. ഇവിടെ പൊരിഞ്ഞ റീൽ കാണലാണ് ഗൈസ് എല്ലാരും. അമ്മ അവിടെ ഞങ്ങളെ റീൽസ് കാണുന്നു. പപ്പ ഇവിടെ പോസ്റ്റ് ചെയ്യണ് ഫോട്ടോ. എനിക്ക് ഇവിടെ എഡിറ്റ് ചെയ്യണ്. അമ്മ അവിടെ ഷോർട്ട് വീഡിയോ കാണുന്നു. എങ്ങോട്ടാ? യു ബോത്ത് ഗോയിങ്? മടങ്ങി വരൂ. സിജ വരണട്ടോ അങ്ങോട്ട്. ഇതിപ്പോ നമ്മള് പോകുന്ന പോലെയാണല്ലോ. മക്കളെ ഞങ്ങള് കൂട്ടാട്ടോ. അയ്യോ, നമ്മൾ നാളെ പോവും. അപ്പം പിന്നെ 2 ദിവസം പോളെ കാണുമ്പോ ഒരു രസമല്ലേ? അല്ല, പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വരികയാണെങ്കിലും പോളെ കാണുമ്പോൾ 5 മിനിറ്റ് അല്ല, ഇന്ന് രാത്രി വരികയാണെങ്കിൽ ശരിയല്ല. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. ഫ്രണ്ട്സ്, ഇതാണ് കൊറിയർ. നമുക്ക് കൊറിയർ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കൊറിയർ പറഞ്ഞു. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? അതല്ല, ഇത് നമുക്ക് പ്രൊമോഷൻ എന്താണ് മറ്റേ ഇൻസ്റ്റാഗ്രാമില് ഹ്യൂലിയം ബോട്ടിക് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജില്. അതെ, വിഷു സ്പെഷ്യൽ ഡ്രസ്സാണ്. അപ്പൊ നമുക്ക് ഇതിട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാനുണ്ട്. ലേറ്റ് ആയി, കുറച്ച് വലുതായി, കുറച്ച് ലേറ്റ് ആയി ഫ്രണ്ട്സ് ഇത് വരാന്. വന്ന് രാവിലെ വന്നിട്ട്, പക്ഷെ രാവിലെ ഇല്ല, ഉച്ചക്ക്. നമ്മുടെ അവിടെ ശരി, നമ്മള് ഡ്രസ്സൊക്കെ മാറി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങാൻ പോകുമ്പോ അവിടെ അല്ല, ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ്
ഇവര് പറയണത് കൊറിയർ വന്നിട്ടുണ്ട്. കൊറിയർ വന്നു. ഇത് എവിടുന്ന്? പോട്ടിക്. അയ്യോ പാവായിട്ടുണ്ട്. ഇതല്ല ആണോ? എന്താ ഇവിടെ ഇരിക്കുന്നേ? അവൻ ഇതിലൊരു റീലും പോസ്റ്റും ഇടാൻ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഹ്യൂലിയം ബോട്ടിക് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് നിന്നാണ് ഈ ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളത്. അവിടെ ഇത് വിഷു സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നിട്ടുള്ളത്. അപ്പം പക്ഷെ പെരുന്നാളിനും ഇടാം. പെരുന്നാളിനും ഇടാം, കുഴപ്പമൊന്നുമില്ല. പാർട്ടി വെയർ ആണ്. അതെ അതെ. പക്ഷെ കുറച്ച് ടൈറ്റ്, ഒരു തുള്ളി കഴുത്തിന്റെ കഴുത്ത് ഇവിടെ ഒരു അവിടെ ഒരു ബട്ടൺസും കൂടി ഇടാനുണ്ടായിരുന്നു. ഇതൊരു പുതിയൊരു മോഡൽ, എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു മോഡലാണത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ റീൽ എടുക്കാൻ വേണ്ടി വന്നു. മഴ പെയ്യണതിന് മുന്നേ വേഗം എടുക്കണം. അപ്പോൾ ദേവോലി ഈ ഡ്രസ്സിലുള്ള ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ മഴ പെയ്തപ്പോൾ ഇവിടെ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൺ ദി സ്പോട്ട് എഡിറ്ററാണ് കൈ. അപ്പോൾ ഞാൻ ഓൺ ദി സ്പോട്ടിൽ എഡിറ്റ് ചെയ്യും, കുറച്ചും പിടിക്കാൻ മടിയാണ്. എന്താ ചെയ്യാ മോളെ? ഐസ്ക്രീം എവിടുന്നാ വാവേ? കുട്ടി എടുത്തോ? അയ്യോ മലയാളം അറിയില്ലല്ലോ ഈ കുട്ടിക്ക്. നഹി നഹി കുച്ച് നഹി നഹി മാലൂം. കുഞ്ഞേ ഐസ്ക്രീം കൊണ്ടുവന്നാ ദിയമോക്ക്. ദിയമോൾ ഓടി വരുന്നുണ്ട്, ആ കുട്ടിന്റെ പുറകെ വരുന്നുണ്ട് പറഞ്ഞിട്ട്. വാവേ ചോട്ടു 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 പറഞ്ഞെന്താ? വേട്ട. അതൊന്നും അല്ല, വേട്ട തിരിഞ്ഞു നോക്ക്. മിണ്ടൂല. നിങ്ങളും നാളെ അമ്മമാരാവുമല്ലോ, അപ്പൊ നമുക്ക് നോക്കാം. എന്താ അനക്കെന്താ എക്സ്പീരിയൻസ്? എന്താ വിളിക്കും എന്തെങ്കിലും കാര്യത്തിന് പിഞ്ചീന്ന് വിളിക്കും. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നൊരു കാര്യമായിട്ട് ഞാൻ പിന്നെ മിണ്ടൂല. അമ്മ മിണ്ടൂലേ. പിന്നെ ആടുന്ന് എന്താ ചെയ്യുന്നത്? ആടെ ഇട്ടിട്ട് ആടെ പോയാല് ഇത്ര നേരായി വിളിക്കുന്ന കൂറ്റി കാട്ടിക്കൂടി ഞാൻ ഇത്രയും നേരം ഞാൻ ആടെ കിടന്നല്ലേ ചെയ്തിര്. അമ്മേന്റെ ബാഗിൽ നിന്ന് എന്തിനാ പൈസ എടുക്കുന്നത് ഭാവി? ഇത് എനിക്ക് കഴിഞ്ഞിട്ടും കിട്ടിയ പൈസയാണ്. അത് ഇന്ന് തന്നെ തീർക്കണോ? നാളെ ഉണ്ട് സമയം. രണ്ടെണ്ണം ഉണ്ട്. ഒരെണ്ണം 200, ഒരെണ്ണം എത്രയായിരുന്നു അമ്മ? 100. ചായ കുടിക്കാൻ പോവാണ്. മഴ പെയ്യുമെന്ന് അറിയില്ല. എനിവേ പോയി നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് സംഭവം കേൾക്കണോ? എൻ്റെ മുടി നരച്ചിരിക്കുന്നു. ഇപ്പം എല്ലാവരും ഭാഗ്യം നരെന്ന് പറയും. തല മൊത്തം നരച്ചിട്ടില്ല, അത് വയസ്സായ നരയായിരുന്നു. ഭാഗ്യം നല്ല അല്ലായിരുന്നു പറയും ഗൈസ്. ഒരു മുടി, ഒറ്റ മുടി. എനിക്കുണ്ട് 2 നര. അതെങ്ങനെ ഇല്ല മനസ്സിലും ഇവിടെ കണ്ണില്ലല്ലോ. പോക്കറ്റ് തപ്പിട്ട് കാണുന്നില്ല. അതിപ്പത്തെ ഫ്ലാഷനാണ്. പൈസ പോവരുത് കേട്ടോ. മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഞങ്ങൾ മോമോസ് കഴിക്കാൻ പോവാണ്. ഇവിടെ നല്ല മോമോസ് ആണ് രുചിയാക്കി പറഞ്ഞിട്ടുള്ളത്. മോമോസ് അങ്ങനെ ഉണ്ടാവും. ചൂട് മോമോസ് ആണ്.
ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോവാണ്. എന്താ വാങ്ങണേ? സോറി, ഭയങ്കര ഷോപ്പിംഗ് അതിനൊക്കെ എനിക്കിത് 4 മതി. ഇത് നമ്മളെ ഇതിന്റെ താഴെ ഫ്ലാറ്റിന്റെ താഴെ തന്നെ ഉള്ളിൽ തന്നെ ഉള്ളൊരു കുഞ്ഞി സ്റ്റോറാട്ടോ. ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളാണ്. ഇത് എൻ്റെ വക എനിക്ക്, ഇത് പപ്പേന്റെ വക എനിക്ക്. ഇത് ആരുടെയോ ആർക്കും തരില്ല. ഇത് അവിടെ ഒരു ഫ്രിഡ്ജ് വാങ്ങി തന്നെ കയറി വരുമ്പോ തന്നെ ഫ്രിഡ്ജ് വാങ്ങി പോയി വേണ്ട. ഡയറി മിൽക്കിന് തന്നെ 100 രൂപ ആകും. ഇതിനെ പണ്ടമ്മ 85. മോളെ അത് പണ്ട്. ഫ്രണ്ട്സ് നോക്ക്, നിക്കിന്റെ പോലത്തെ ഒരു പൂച്ചയാണ്. ആ പൂച്ചയുടെ പേര് ഫെർണോ എന്നാട്ടോ. ഒരു മലയാളികൾ തന്നെയാണ്. ഞാൻ പ്രിൻസേനോട് മലയാളിയാണോ അപ്പൊ അതെ. ഫ്രണ്ട്സ്, എന്റെ പേരുള്ള ബിരിയാണി ഞാൻ വാങ്ങിയിരിക്കുന്നു. മേഘന ബിരിയാണി. അപ്പൊ എല്ലാരും മേഘന ബിരിയാണി കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ മേഘന ബിരിയാണി കഴിച്ച് ഇനി ഞങ്ങൾ കിടക്കാൻ പോവാണ് ഗൈസ്. 11 മണിയായി സമയം. അങ്ങനെ വിഷുവും ഞങ്ങൾ പറ്റുന്ന രീതിയിലൊക്കെ ആഘോഷിച്ചു. പടക്കങ്ങളില്ലാതെ ഞങ്ങൾ ആഘോഷിച്ചു. കണി വെക്കാതെ, വിഷു കണി വെക്കാതെ പടക്കങ്ങളില്ലാതെ ഞങ്ങൾ ആഘോഷിച്ചു. റീൽസും ഫോട്ടോയും സദ്യ കൊണ്ടിട്ട്. അപ്പം നാളെ ഞങ്ങള് പോവാണ് ഫ്രണ്ട്സ്. നാളെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാൻ മറക്കരുത്. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ബൈ ബൈ.